ഗൈസ്, ഇന്ന് നമുക്കൊരു അടിപൊളി കോളിഫ്ലവർ 65 ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ 65 ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കും. കോളിഫ്ലവർ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടർത്തി എടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിൽ നിന്നും ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തു. ഇതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതിലോട്ട് ഇനി 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ നേരത്തെ കോളിഫ്ലവറിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചേർത്താൽ മതി. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലോട്ട് 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. എന്നാലാണ് ആ കോളിഫ്ലവറിലൊക്കെ ഇത് നന്നായിട്ടൊന്ന് പറ്റിപ്പിടിച്ചിരിക്കുള്ളൂ. ഇനി നമ്മളിതിലോട്ട് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഊറ്റി വെച്ച കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കോളിഫ്ലവറുമ്മ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറുമ്മ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരണേ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നന്നായിട്ടത് ഫ്രൈ ആയി കിട്ടില്ല. അപ്പം നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചാണ് ഇട്ട് വറുക്കുന്നത്. അപ്പോൾ ഓയിലൊന്നും വേസ്റ്റ് ആവില്ല. ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്. നമ്മുടെ കല്യാണങ്ങളിലൊക്കെ കിട്ടൂലേ, അതേപോലത്തെ നല്ല ടേസ്റ്റിൽ നമുക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു രീതിയിൽ വെച്ചാൽ മതി, കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയി കാണും വരെ. ഓക്കെ, ബൈ, താങ്ക് യു.